അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടക്ക ശുശ്രൂഷയിൽ ഞാൻ വളരെ പ്രധാനമായി പറയുന്ന ഗൗരവമായി നിങ്ങൾ എടുക്കേണ്ടുന്ന ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അടക്ക ശുശ്രൂഷയിൽ കൺവെൻഷൻ പ്രസംഗകർക്ക് അവസരം നൽകാതിരിക്കുന്നതാണ് ഉത്തമം. അടക്ക ശുശ്രൂഷയിൽ കൺവെൻഷൻ പ്രസംഗകർക്ക് അവസരം നൽകാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം ബഹുഭൂരിപക്ഷം പ്രസംഗകരും ഇത്തരം വേദികളെ അവരുടെ പരസ്യത്തിനുള്ള ഇടമായി മാറ്റാറുണ്ട്. ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് ഒരു വീട് ശൂന്യതയിലേക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടില് ഒരാളുടെ അഭാവം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്റ്റൈല് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നൊരു വേദിയായി അത്തരം വേദികളെ ഉപയോഗിക്കാൻ കഴിയുക? ദയവ് ചെയ്ത് കൺവെൻഷൻ പ്രസംഗകർ എത്ര വലിയ ആളുകളാണെങ്കിലും അവർക്ക് വേദി കൊടുക്കാതിരിക്കുക. കാരണം ഇത്തരം ആളുകൾ അറിഞ്ഞോ അറിയാതെയോ, ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വേദികളെ അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒയാസിസ് TV-യിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുകയും ഞങ്ങളുടെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാ കൈത്താങ്ങലും നൽകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. ഒയാസിസ് TV ചർച്ച ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളാണ് കൃത്യമായി അവതരിപ്പിക്കുന്നത്. സാധാരണ കാര്യങ്ങളെക്കാളും കുറെ കൂടെ വ്യത്യസ്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന മേഖലകളെയാണ് ഞങ്ങൾ പരാമർശിക്കുന്നത്. ഇന്ന് അത്തരത്തിലുള്ള മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത്. പെന്തക്കോസ്തുകാരുടെ ശവസംസ്കാര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ധാരാളം ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇടയിലെ ചില ന്യൂനതകളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മാധ്യമ ധർമ്മമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വിഷയത്തെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജനനവും മരണവും വളരെ പ്രാധാന്യത്തോടുകൂടെ കാണേണ്ടുന്ന രണ്ട് വസ്തുതകളാണ്. എന്നാൽ ബന്ധക്കോസ്തരെ സംബന്ധിച്ച് ശാരീരിക ജനനത്തെക്കാളും ശാരീരിക മരണത്തെക്കാളും ആത്മീക ജനനത്തിനും ആത്മീക മരണത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാവാം പലപ്പോഴും നമ്മൾ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകളിൽ ആ ഭൗതിക ശരീരത്തോടും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളോടും നീതി പുലർത്താൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ജനനം, മരണം. ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ സമയത്ത് ആ വ്യക്തിക്ക് ചുറ്റും ആളുകൾ വളരെ കുറവായിരിക്കും. ഹോസ്പിറ്റലിലുള്ള ഡോക്ടറോ ഒന്ന് രണ്ട് നേഴ്സുമാരോ, അതിനുശേഷം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചുരുക്കം ചില ആളുകൾ മാത്രമേ ഒരു വ്യക്തിയുടെ ജനന സമയത്ത് അദ്ദേഹത്തോടു കൂടി ഉണ്ടാവാറുള്ളൂ. എന്നാൽ ആ വ്യക്തി മരിക്കുമ്പോൾ 70-75 വർഷം കഴിഞ്ഞ് മരിക്കുമ്പോൾ ഈ ജനന സമയത്ത് കണ്ടതിനേക്കാളും 100 ഇരട്ടി ആളുകൾ അദ്ദേഹത്തെ കാണാനായി, മരണസമയത്ത് അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് വന്നെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ മരണവീട് ഏറ്റവും മൂല്യമുള്ള ഒരിടമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതിനെ ഒരു സാധാരണ ഇടമായി കാണാതെ കേവലം നമ്മുടെ വൈകാരിക
പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഒരു ഇടമായി കാണാതെ ആ ഭൗതിക ശരീരത്തോട് നീതി പുലർത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാവേണ്ടതായിട്ടുണ്ട്. പെന്തക്കോസ്ത് ശുശ്രൂഷകർ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഭൗതിക ശരീരം കാണാനെത്തുന്ന ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളെ നമ്മൾ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് പീപ്പിൾ. ഈ ഭൗതിക ശരീരം കാണാനെത്തുന്ന ആളുകൾ വിവിധ സമുദായത്തിലും വിവിധ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ്. വ്യത്യസ്ത മതവിശ്വാസമുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ്. അത് കൃത്യമായി മനസ്സിലാക്കി വളരെ സുബോധത്തോടു കൂടെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായി ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗതിക ശരീരം കാണാനെത്തുന്ന ആളുകളെ നമ്മൾ ബഹുമാനിക്കുക. അവരെ ഒരിക്കലും നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മുടെയൊക്കെ ശവസംസ്കാര ശുശ്രൂഷകളിൽ വലിയ ഒച്ചപ്പാടുകളും വലിയ ബഹളങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ശവസംസ്കാര ശുശ്രൂഷ ഏറ്റവും പവിത്രമായ ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും പവിത്രമായ ശുശ്രൂഷയാണ്, ഏറ്റവും പരിപാവനമായ ശുശ്രൂഷയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് ജീവിതാവസാനം മണ്ണോട് ചേരുന്ന, ഭൂമിയിലെ ഓർമ്മകളൊക്കെ ഇവിടെ തന്നെ അവസാനിപ്പിച്ച് മണ്ണോട് ചേരുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ശവസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ വളരെ പവിത്രമായി പരിപാവനമായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പെന്തക്കോസ്തിനെ പറ്റി പൊതുവെ പറയുന്നൊരു കാര്യം, ക്രിസ്ത്യാനികളുടെ നിലവാരം പെന്തക്കോസ്തുകാർ വന്നതോടുകൂടി തകർന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ക്രൈസ്തവരുടെ നിലവാരം തകർന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിലവാരമുണ്ടെന്ന് കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. പെന്തക്കോസ്ത് സഭകളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളെക്കാളൊക്കെ ഉപരിയായി ധാരാളം പെന്തക്കോസ്ത് സഭകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു വന്നിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ പെന്തക്കോസ്ത് വിശ്വാസത്തെ പിന്തുടരുന്നവരാണ്. പുറത്തും ധാരാളം ആളുകൾ പെന്തക്കോസ്ത് അനുഭവങ്ങളോട് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എതിരെ നാം നേരിടുന്ന നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ മനസ്സിലാക്കി നാം സംസ്കാരമുള്ളവരാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ഈ ഭൗതിക ശരീരം കാണാനെത്തുന്ന ആളുകളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ് ഈ കാര്യത്തിൽ തികഞ്ഞ ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് മതപരിവർത്തനത്തിൻ്റെ വേദിയല്ല. അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളുടെ മതം പ്രചരിപ്പിക്കാനുള്ള വേദിയല്ല. മരണം നടന്ന വീടാണ് ഇവിടെ പ്രാധാന്യമർഹിക്കുന്ന ഇടമെന്ന് പറയുന്നത്. മരണം നടന്ന വീട് നഷ്ടത്തിൻ്റെ വീടാണ്, ശൂന്യതയുടെ വീടാണ്. അവിടെ ഒരു നഷ്ടമുണ്ടായിട്ടുണ്ട്, അവിടെ ഒരു ശൂന്യത ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരാൾ ഇന്ന് അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നഷ്ടബോധത്തിൻ്റെ അന്തരീക്ഷം, നഷ്ടബോധത്തിൻ്റെ നിഴലുകൾ തളം കെട്ടിക്കിടക്കുന്ന ആ വീട് തന്നെയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ അവിടെയുള്ളത് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയാവാം, അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവാകാം, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളാവാം. ചെറിയ പ്രായത്തിൽ തന്നെ മരണം മാടി വിളിച്ചു കൊണ്ടുപോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്.
ആ കുഞ്ഞുങ്ങളുടെ ശവശരീരത്തിന് മുമ്പിൽ ഇരുന്ന് വിതുമ്പുന്ന ചെറുപ്പക്കാരായിട്ടുള്ള നവദമ്പതികളുണ്ട്. അവരെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാഹചര്യം മനസ്സിലാക്കി നമ്മൾ പെരുമാറേണ്ടതായിട്ടുണ്ട്. സുവിശേഷം പറയുന്നതിൽ തെറ്റില്ല. പറയുന്നെങ്കിൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ അവതരിപ്പിക്കുക, സൗമ്യമായി പെരുമാറുക. വൈകാരിക പ്രകടനത്തിന് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. മരണവീട് ജനന വീടിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് മണ്ണിലേക്ക് ചേരുന്ന ശുഭ നിമിഷമാണ് മരണസമയം എന്ന് പറയുന്നത്. സുവിശേഷം പറയുന്നതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല. സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ഏറ്റവും മാന്യമായി ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ക്രിസ്തു അവിടെ വൈകാരികമായ യാതൊരു ഭാവ പ്രകടനങ്ങളും കാണിക്കുന്നില്ല. തൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് താൻ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെ യഹൂദന്മാർക്കും മാർത്തയ്ക്കും മറിയയ്ക്കുമൊക്കെ ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നുള്ള ബോധ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നാം മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ദൈവമക്കളാണെന്ന് പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെയാണ് ആളുകൾ നാം ദൈവമക്കളാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മരണവീട് മതപരിവർത്തനത്തിൻ്റെ ഇടമല്ല, മതം പ്രചരിപ്പിക്കാനുള്ള സ്ഥലമല്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിലും മരണവീടിനാണ് അന്നത്തെ ദിവസത്തിൽ പ്രാധാന്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ മൂന്നാമത്തെ കാര്യം, പെന്തക്കോസ്ത് ശവസംസ്കാര ശുശ്രൂഷകളെല്ലാം അനുശോചന പ്രസംഗങ്ങളുടെ വേദിയാണ്. അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുന്ന ആളുകളുടെ വേദിയാണ്. വലിയ ക്രൈസ്തവ നേതാക്കന്മാരൊക്കെ മരിക്കുമ്പോൾ അവരുടെ ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയും. വലിയ ക്യൂവിൽ ആളുകളെ നിർത്തിയേക്കുകയാണ് അനുശോചനം പറയാനായിട്ട്. അപ്പോൾ അനുശോചനം ആര് പറയണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അനുശോചന സന്ദേശങ്ങളുടെ പരിമിതികളെ നമ്മൾ മനസ്സിലാക്കണം. അനുശോചന സന്ദേശങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മരണപ്പെട്ട ആളെ നമ്മളെക്കാളും നന്നായിട്ട് നാട്ടുകാർക്കറിയാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരിച്ചുപോയ ആളെ നമ്മളെക്കാളും നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്, ആ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ നാം അയാളെക്കുറിച്ച് പറയുന്നതെല്ലാം കള്ളമായിരിക്കാൻ സാധ്യതയുണ്ട്. നാം ഈ മരണപ്പെട്ട വ്യക്തിയെ പറ്റി പരാമർശിക്കുന്ന കാര്യങ്ങളെല്ലാം വ്യാജമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, ഭൗതിക ശരീരത്തെ വിശുദ്ധീകരിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാണ് ന്യായ സിംഹാസനത്തിൻ്റെ മുൻപിൽ ആൾ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഭൂമിയിൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു പരിപാടിയിലേക്കും നമ്മൾ പോകാനായി പാടില്ല. നമ്മൾ സാധാരണയായിട്ട് മരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മരിച്ചയാൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, മരിച്ചയാളെ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ പവിത്രമായി അവതരിപ്പിക്കാൻ, വിശുദ്ധനായി അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അത്തരം ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ അബദ്ധമാണ് എന്നുള്ള കൃത്യമായ സൂചനയാണ് എനിക്ക് നിങ്ങളോട് നൽകാനായിട്ട് ഉള്ളത്. അയാളുടെ നല്ല ഗുണങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. അയാൾക്ക് എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയാം, അതിൽ തെറ്റില്ല. പക്ഷേ പൊതുവേദിയിൽ നമ്മൾ മാന്യമായി സംസാരിക്കുമെന്ന്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ആർക്കാണ് അനുശോചനം പറയാൻ അവസരം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, പൊതുവേദിയിൽ മാന്യമായി സംസാരിക്കുമെന്ന് 100% ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമേ നാം അവസരം കൊടുക്കാവൂ. ശവസംസ്കാര ശുശ്രൂഷകളിൽ വന്ന് മൈക്ക് എടുത്ത് ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഇതുകൊണ്ട് വാചകങ്ങളെ നിറയ്ക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് പുറത്തുള്ള
കേൾവിക്കാരെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് അത് വളരെ അരോചകമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആര് അനുശോചന വാക്കുകൾ അറിയിക്കണം എന്നുള്ള കാര്യത്തിൽ അധ്യക്ഷൻ കൃത്യമായി തീരുമാനിച്ച് കൃത്യമായ കാര്യം ചെയ്യേണ്ടതാണ്. ഈ നാലാമത്തെ കാര്യം, അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് പരസ്യവേദി അല്ല എന്നുള്ളതാണ്. അടക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലമല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അടക്ക ശുശ്രൂഷയിൽ ഞാൻ വളരെ പ്രധാനമായി പറയുന്ന ഗൗരവമായി നിങ്ങൾ എടുക്കേണ്ടുന്നൊരു കാര്യം സൂചിപ്പിക്കട്ടെ. അടക്ക ശുശ്രൂഷയിൽ കൺവെൻഷൻ പ്രസംഗകർക്ക് അവസരം നൽകാതിരിക്കുന്നതാണ് ഉത്തമം. അടക്ക ശുശ്രൂഷയിൽ കൺവെൻഷൻ പ്രസംഗകർക്ക് അവസരം നൽകാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം ബഹുഭൂരിപക്ഷം പ്രസംഗകരും ഇത്തരം വേദികളെ അവരുടെ പരസ്യത്തിനുള്ള ഇടമായി മാറ്റാറുണ്ട്. ശവസംസ്കാര ശുശ്രൂഷ സമയത്ത് ഒരു വീട് ശൂന്യതയിലേക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടില് ഒരാളുടെ അഭാവം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്റ്റൈല് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നൊരു വേദിയായി അത്തരം വേദികളെ ഉപയോഗിക്കാൻ കഴിയുക? ദയവ് ചെയ്ത് കൺവെൻഷൻ പ്രസംഗകർ എത്ര വലിയ ആളുകളാണെങ്കിലും അവർക്ക് വേദി കൊടുക്കാതിരിക്കുക. കാരണം ഇത്തരം ആളുകൾ അറിഞ്ഞോ അറിയാതെയോ, ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വേദികളെ അവരുടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ബഹുഭൂരിപക്ഷം പ്രസംഗകരും അത് ചെയ്യാറുണ്ട്. ഒരാത്മാർത്ഥതയും ഇല്ലാതെ കാണാതെ പഠിച്ച് കുറേ വാചകങ്ങൾ വിളമ്പലാണ് ഇവരുടെ പ്രധാന പരിപാടി. ഒരാത്മാർത്ഥതയുമില്ല. അനുശോചനം പറയേണ്ടുന്ന സമയം വരെ കാത്തു നിൽക്കുകയും അധ്യക്ഷനെ കണ്ണു കാണിക്കുകയും അധ്യക്ഷനോട് ഞാനിപ്പം പോകും, എനിക്ക് പെട്ടെന്ന് സമയം തരണം എന്ന രീതിയിലുള്ള സൂചനകളൊക്കെ നൽകുകയും 5 മിനിറ്റ് ഏതെങ്കിലുമൊക്കെ പണ്ഡിതൻ്റെ ഒരു കോട്ടൊക്കെ എടുത്തു വെച്ച് സംസാരിച്ച്, പ്ലേറ്റോ ഇങ്ങനെ പറഞ്ഞു, അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പറഞ്ഞു, സോക്രട്ടീസ് ഇങ്ങനെ പറഞ്ഞു, വില്യം ഷേക്സ്പിയർ ഇങ്ങനെ പറഞ്ഞു, ടെന്നിസൺ ഇങ്ങനെ പറഞ്ഞു, മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് 5 മിനിറ്റ് ഒരാത്മാർത്ഥതയുമില്ലാതെ സംസാരിച്ചിട്ട് നമുക്കറിയാം അവർ വരുന്നത് തന്നെ അവരെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കൺവെൻഷൻ പ്രസംഗകർ പളുപളുത്ത കുപ്പായം ധരിക്കാനായി ശ്രമിക്കും. മരണവീടാണ് എന്നുള്ള ചിന്ത അവർക്കില്ല. ശവസംസ്കാരം നടക്കേണ്ടുന്ന ഇടമാണെന്നുള്ള ചിന്ത അവർക്കില്ല. മറിച്ച് മരിച്ചു കിടക്കുന്ന ആളിനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ വേഷവിധാനങ്ങളിലും ഇവരുടെ ശൈലികളിലും ആളുകൾ ശ്രദ്ധിക്കണമെന്ന് ഇവര് വെറുതെ കടുംപിടുത്തം പിടിക്കാറുണ്ട്. ഒരു പ്രധാന ശുശ്രൂഷ നടക്കുമ്പോൾ ഇക്കൂട്ടർ അനുശോചനം പറയാനുള്ള സമയത്തിനായിട്ട് കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുശോചനം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ ആ വീട് വിട്ട് പോകുന്നതാണ് പതിവ്. പിന്നെ അവരവിടെ നിൽക്കാറില്ല. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് പ്രത്യയശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മൂല്യമുള്ളതുമായ ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മളിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതിനെ എങ്ങനെ കാണുന്നു, നമ്മൾ ഈ പ്രത്യയശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരവാദിത്വത്തോടു കൂടെ പെരുമാറിയില്ല എങ്കിൽ പെന്തക്കോസ്ത് പ്രത്യയശാസ്ത്രങ്ങൾക്ക് വലിയ ശോഷണം നേരിടുകയും പെന്തക്കോസ്ത് അനുഭവം തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത്, ഭൗതിക ശരീരം കാണാനെത്തുന്ന ആളുകളെ ബഹുമാനിക്കുക. രണ്ടാമത്, അടക്ക ശുശ്രൂഷ മതപരിവർത്തനത്തിൻ്റെ വേദിയല്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്, അനുശോചനം ആര് പറയണം എന്നുള്ള കാര്യത്തെപ്പറ്റി ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമത്, അടക്ക ശുശ്രൂഷ പരസ്യത്തിനുള്ള വേദിയല്ല എന്ന്
മനസ്സിലാക്കണം.